ഹലോ. അപ്പോൾ അതെ, ഞാനിന്നേ കുറച്ച് ചെറുപയർ കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു കുക്കറിലോട്ട് മാറ്റി 2 വിസിലിന് വേവിക്കാം. നമുക്കിന്നേ ഒരു ടേസ്റ്റ് തോരൻ തയ്യാറാക്കാം. സാധാരണ ചിങ്ങമാസത്തിലെ ഈ തോരൻ എല്ലാവരും വെക്കാറുള്ളൂ. അല്ലാത്തപ്പോഴും വെക്കാം. കാരണം ചിങ്ങമാസത്തിലാണെന്ന് തോന്നുന്നത് കൂടുതലായിട്ടും കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കും. അപ്പം നമുക്ക് ഈ തോരൻ വയ്ക്കാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങാം. ഇതൊരു കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ അത് കുക്കറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മൂടിയിട്ട് കുക്കറിലിട്ട് വേവിക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് മൂടി നമുക്ക് വേവിക്കാൻ വെക്കാം. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ 4 ചേനത്തണ്ടിൻ്റെ 4 പീസുണ്ട്. ഇത് 2 ചേനത്തണ്ടിനെ 4 പീസാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ഈ പുറത്തെ തൊലി ഒന്ന് ചീകി കളഞ്ഞെടുത്തുകൊണ്ട് വരാം. അപ്പോൾ അതേ നമ്മുടെ ചേനത്തണ്ടിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇത് കണ്ടോ, തൊലി ചീകി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുനുകുനാന്ന് ഈ വെള്ളത്തിലോട്ട് അരിഞ്ഞിടണം. കുനുകുനാന്ന് അരിയെന്ന് പറയുന്നത് ഈ രീതിക്കാണ്. ഇങ്ങനെ ഇങ്ങനെ പിളർക്കണം. നെടുകെ ഒരു 3-4-5 പിളർന്നിട്ട് ഇങ്ങനെ ഇത് കണ്ടോ, ഈ രീതിക്ക് ഇങ്ങനെ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതേ നമ്മുടെ ചേനത്തണ്ടെല്ലാം അരിഞ്ഞ് നല്ലോണം കഴുകി ഇങ്ങനെ വെള്ളം പാലാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് അരിഞ്ഞുകൊണ്ടിരുന്ന സമയത്തിന് കുക്കറിൽ 2 വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലേക്കുള്ള അരപ്പിനുള്ളത് എടുക്കാം. ഇത് അരപ്പിനുള്ളത് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങ, ഒരു നുള്ളു മഞ്ഞൾപ്പൊടി, ഒരു 5-6 കാന്താരി, ഒരു 2-3 ചുമന്നുള്ളി, അതുപോലെ തന്നെ ചെറിയ 2-3 ചുള വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് ഒതുക്കി അതിലോട്ട് ചേർക്കാം. അപ്പോൾ അതേ ഞാനേ അടുപ്പത്ത് പാത്രം ചൂടാക്കാൻ വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടി വന്നപ്പോൾ കറിവേപ്പില ഇട്ട് അതിലേക്ക് ചെറുപയറും നമ്മുടെ അരിഞ്ഞ് വെച്ചിരുന്ന ചേനത്തണ്ടും കൂടെ ചേർത്ത്. അതിനകത്ത് എൻ്റെ കയ്യിൽ 5-6 കോവയ്ക്കായും കൂടി ഉണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായ കോവയ്ക്കായ, അപ്പം അത് 5-6 ഉണ്ടായിരുന്നു. അത് വെറുതെ കളയണ്ടെന്ന് വിചാരിച്ചത് അതും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട്. അതും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ആക്കണം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട, വെള്ളമൊക്കെ ഇതിൽ നിന്ന് ഇറങ്ങിക്കോളും. നല്ലോണം മിക്സ് ആക്കിയിട്ട് ഇനി ഇതിൻ്റെ പുറത്ത് അരപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആവി കയറ്റണം. ആവി കയറ്റിയിട്ട് വേണം എല്ലാം കൂടെ ഇളക്കി തോർത്തിയെടുക്കാൻ. അപ്പോൾ അതേ നമ്മുടെ തോരൻ്റെ അകത്ത് അരപ്പിട്ടതിന് ശേഷം നല്ലോണം ആവി വന്നിട്ടുണ്ട്. അതിങ്ങനെ ഇളക്കി ഇതുണ്ടോ, ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി അതിൻ്റെ വെള്ളം തോർത്തി കൊടുക്കണം. അങ്ങനെയാണ് ഈ ചേനത്തണ്ട് തോരൻ വയ്ക്കുന്നത്. പിന്നെ ചേനത്തണ്ട് വെച്ച് തോരൻ മാത്രമല്ല കേട്ടോ, പുളിങ്കറി അവിയലിനകത്ത് ചേർക്കാം, എല്ലാം ചെയ്യാം. ഈ ചേനത്തണ്ട് എടുക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ചേന കിളിച്ച് കഴിഞ്ഞ് ഒരു തണ്ട് മൂപ്പായി കഴിയുമ്പോൾ അടുത്ത തണ്ട് വരും. ആ തണ്ടാണ് നമ്മൾ സാധാരണ തോരൻ എടുക്കുന്നത്. കാരണം മൂത്ത തണ്ട് എടുത്താൽ ചൊറിച്ചിൽ വരും. അതുകൊണ്ടാണ് മൂത്ത തണ്ട് എടുക്കാത്തത്. അപ്പം ഇളയ തണ്ട് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ചിലർക്ക് ചൊറിയത്തില്ല, ചിലർ മൂത്ത തണ്ടും എടുക്കുന്നതാണ്. പക്ഷേ എനിക്കൊക്കെ ചൊറിയും. ഇത് ഇളം തണ്ടായിട്ടും കൂടി അരിഞ്ഞിട്ട് എൻ്റെ കൈയെല്ലാം ചൊറിയുമായിരുന്നു. അപ്പം തിരുവോണ സദ്യ പണ്ട് കാലത്ത്, ഇപ്പോഴൊന്നും അല്ല കേട്ടോ, തിരുവോണ സദ്യയിൽ ഒരു വിഭവമായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഈ ചേനത്തണ്ടും ചെറുപയറും. പിന്നെ പാട്ടില്ലേ, ഓണത്തപ്പ കുടവയറ, ഓണസദ്യ ഒരുക്കണ്ടേ, തിരുവോണക്കറി എന്തല്ല, ചേനത്തണ്ടും ചെറുപയറും എന്നൊക്കെ പറഞ്ഞ് പാട്ടില്ലേ. പാട്ട് ഞാൻ മറന്നുപോയി, ഇത്രയൊക്കെ ഓർമ്മയില്ല. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് വയ്ക്കാം. ഈ ചെറുപയർ വെന്തിട്ടെ കുഴഞ്ഞു പോകണം തോന്നും. കുഴഞ്ഞു പോയാൽ അത്ര സുഖമില്ല കഴിക്കുമ്പോൾ. ഇങ്ങനെ വേറിട്ട് കിടക്കണം, ഒന്നിനോട് ഒട്ടാതെ. അപ്പോൾ തുറന്ന് വെച്ച് ഒന്ന് ഈ വെള്ളം വറ്റിച്ചെടുക്കാം.
അപ്പോൾ അതേ നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് എനിക്കൊന്ന് കുഴഞ്ഞു പോയിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ചെറുപയർ വേവിക്കുമ്പം ഞാൻ 2 വിസിൽ വേവിച്ചു. ഒറ്റ വിസിൽ മതിയായിരുന്നു. വെള്ളത്തിലൊക്കെ ഇട്ട് കുതിർത്ത ചെറുപയറാണെന്നുണ്ടെങ്കിലും ഒറ്റ വിസിൽ മതി. ഒന്ന് വേവ് നിർത്തി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുഴഞ്ഞു പോകത്തില്ല, നമുക്ക് വേറിട്ട് തന്നെ കിട്ടും. അപ്പോൾ താങ്ക് യു. ഇതാണ് നമ്മുടെ ചേനത്തണ്ടും ചെറുപയറും തോരൻ.